കടുത്ത പ്രതികരണങ്ങളിൽ ജി സുധാകരന് സംരക്ഷണമൊരുക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. വിമർശനങ്ങൾ UDFന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സുധാകരന്റെ തുറന്നു പറച്ചിലിൽ ഇടതുമുന്നണി പ്രതിസന്ധിയിലെന്നും UDF നേതാക്കൾ പറയുന്നു. അതേസമയം സുധാകരനോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് CPM ഉള്ളത്. ഓരോ ദിവസം കഴിയുന്തോറും ജി സുധാകരനും CPM തമ്മിലുള്ള പോര് മുറുകുകയാണ്. നീർക്കുന്നം സ്കൂളിലുണ്ടായ പ്രശ്നങ്ങളും MLA ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചുമാണ് ഒടുവിൽ സംഭവിച്ചത്. രണ്ടു സംഭവങ്ങളിലും പോലീസ് കേസെടുത്തു. CPMനെതിരായ പോരാട്ടത്തിൽ സുധാകരന് നിരുപാധിക പിന്തുണയെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന CPM സമീപനം അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമം നടക്കുന്നതായിട്ട് കണ്ടോ? അല്ല, അതുകൊണ്ട് MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സംഭവം സുധാകരൻ ഒറ്റക്കല്ല, ജനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സുധാകരനോടൊപ്പം ഉണ്ടാവും. ഈ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇവരിപ്പോഴും നന്നാവാൻ ഉദ്ദേശിക്കുന്നതിന് തെളിവാണ് ഇത്തരം കാര്യങ്ങൾ. MLAയെ പൊതുവേദിയിൽ വെച്ച് വിചാരണ ചെയ്യുന്നവർ ശ്രമിക്കുക. CPMന്റെ അണികൾ പോലും ഇത് അംഗീകരിക്കുമോ? ഏതെങ്കിലും ജനപ്രതിനിധിയെ ഭീഷണിപ്പെടുത്തിയിട്ട് തെരുവിൽ തടയാനൊക്കെ മെനക്കെട്ടാൽ CPMന്റെ ജനപ്രതിനിധികൾക്ക് നടക്കാൻ പറ്റുമോ? UDF തീരുമാനിച്ചാൽ അതുപോലെ. CPM ജില്ലാ സെക്രട്ടറി R. നാസർ, സജി ചെറിയാൻ, H. സലാം എന്നിവരെ പൊളിറ്റിക്കൽ ക്രിമിനലുകളെന്നാണ് ജി സുധാകരൻ വിമർശിച്ചത്. സുധാകരന്റെ ഇത്തരം പ്രതികരണങ്ങൾക്ക് കോൺഗ്രസ് കൈയടിക്കുമ്പോഴും മാധ്യമപ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിച്ചതിലടക്കം ചില വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ വിയോജിപ്പ് പരസ്യമാക്കിയാൽ CPM ആയുധമാക്കുമെന്നതിനാൽ അക്കാര്യങ്ങളിൽ നേതാക്കൾ മൗനം തുടരും. അതേസമയം സുധാകരനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരുമെന്നാണ് CPM നിലപാട്. മീഡിയ 1 ആലപ്പുഴ.